പാതൂർ ഷാനവാസ് മഞ്ചേശ്വരം നിന്നെങ്കിൽ ഒന്നാം സ്ഥാനത്തിലേക്ക് എത്തും. CH കുഞ്ഞം ഒന്നാം സ്ഥാനത്തേക്ക് എത്തിനി. മഞ്ചേശ്വരത്ത് സംഘപരിവാർ അല്ലാത്ത ഏത് MLA വന്നാലും നമുക്ക് പ്രശ്നമില്ല. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നിയോജക മണ്ഡലത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മഞ്ചേശ്വരം കടുത്ത ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലം കൂടിയാണ് മഞ്ചേശ്വരം. കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിൽ നിന്നുള്ള AK മഷ്റഫ് ഇപ്പോഴത്തെ MLA ജയിച്ചു കയറിയത് 745 വോട്ടുകൾക്കാണ് BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രനോട്. 2016 വെറും 89 വോട്ടിനായിരുന്നു UDF സ്ഥാനാർത്ഥിയുടെ വിജയം. അന്നും K സുരേന്ദ്രൻ തന്നെയായിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി. അങ്ങനെ കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. കേരളമാകെ തന്നെ ഉറ്റുനോക്കുന്ന മണ്ഡലം. ഇവിടെ ഇക്കുറി ആര് ജയിക്കണമെന്നാണ് വോട്ടർമാർ ആഗ്രഹിക്കുന്നത്. നിലവിലെ MLAയുടെ പ്രവർത്തനത്തിൽ അവരുടെ അഭിപ്രായം എന്താണ്? സംസ്ഥാന തലത്തിൽ LDF സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഭരണമാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? ഇക്കാര്യങ്ങളിലെല്ലാം മണ്ഡലത്തിലെ വോട്ടർമാരുടെ പ്രതികരണം തേടുകയാണ് സി ടൈംസ്. മഞ്ചേശ്വരത്ത് MLA ആരാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്? മഞ്ചേശ്വരത്ത് സംഘപരിവാർ അല്ലാത്ത ഏത് MLA വന്നാലും നമുക്ക് പ്രശ്നമില്ല. സംഘപരിവാർ വരാതിരുന്നാൽ മതി, ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ. K സുരേന്ദ്രൻ ഒരു പ്രാവശ്യം കൂടി വന്നാൽ ജയിച്ചു പോവോ? മിക്കവാറും ജയിക്കാനാണ് സാധ്യത. LDF പക്ഷെ മൂന്നാം സ്ഥാനത്താണല്ലോ. പാതൂർ ഷാനവാസ് മഞ്ചേശ്വരം നിന്നെങ്കിൽ ഒന്നാം സ്ഥാനത്തിലേക്ക് എത്തും. CH കുഞ്ഞം ഒന്നാം സ്ഥാനത്തേക്ക് എത്തിനി. മുമ്പ് ചെറുക്കടത്തിലേക്ക് എതിരായിട്ട് CH കുഞ്ഞമ്പ് വിജയിച്ച മണ്ഡലമാണിത് മഞ്ചേശ്വരം. ഇനി പാതൂർ ഷാനവാസ് ഒന്നാം സ്ഥാനത്തിലേക്ക് എത്തും. LDF. ഇവിടെ AK മഷ്റഫ് ജയിക്കുന്നത് CPMന്റെ കൂടി സഹായം ഉള്ളത് കൊണ്ടാണോ? സത്യം സത്യം സത്യം. BJPന്റെ സഹായം, CPMന്റെ സഹായമല്ല, BJPന്റെ സഹായം. ഇവിടെ K സുരേന്ദ്രൻ വീണ്ടും വന്നാൽ എന്തായിരിക്കും അവസ്ഥ? തീർച്ചയായിട്ടും ബേരിയില്ല, ബേരിയയില്ല. ഇനി വരുന്നുണ്ടെങ്കിൽ LDF. സത്യം സത്യം സത്യം. BJP ആയിരിക്കും. എന്തുകൊണ്ടാണ്? BJPക്ക് ഇവിടെ നല്ലൊരു കള ഒരുങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. മഞ്ചേശ്വരത്ത് UDF MLA ആയിട്ട് വരുന്ന AK മഷ്റഫാണ് ജയിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ജയിക്കും. ഇപ്രാവശ്യം STP ഏത് പാർട്ടിക്ക് സപ്പോർട്ടാക്കുന്നു അതുപോലെ ഉണ്ടാവും വിജയം. മഞ്ചേശ്വരത്ത് മാറ്റം പോകണമെന്നിട്ട് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ മഞ്ചേശ്വരത്തെ ജനങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല. അതുകൊണ്ട് ഏതായാലും AK തന്നെയാണ് സാധ്യത ഉള്ളത്. ഈ K സുരേന്ദ്രൻ വീണ്ടും വരികയാണെങ്കിൽ എന്താണ് സാധ്യത? സുരേന്ദ്രന് ഒരു ഇതുമില്ല. കാരണം വെച്ചാൽ ഇലക്ഷൻ ആകുന്ന സമയത്ത് ഈ 5 കൊല്ലത്തിൽ ഇവിടെ വന്നിട്ട് ഒരു മത്സരം കാഴ്ചവെച്ചിട്ട് പോകുന്നല്ലാതെ ഇവിടെ നിന്ന് ഏകദേശം 89 വോട്ടിൻ്റെ തോൽവി ഉണ്ടായിരുന്നു, 145 ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ഭാഗത്ത് ഒരു പ്രതിപക്ഷ എന്ന നിലക്ക് ഇവിടെ ഈ ഭാഗത്ത് ജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ടിൽ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രയാസത്തിൽ അവരെ റോൾ ഇവിടെ കാണാനില്ല.